തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ള സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈശോ 5 അപ്പം വർദ്ധിപ്പിച്ച് 5000 പേർക്ക് നൽകുന്നത് കണ്ട ജനക്കൂട്ടം അവൻ കടലിൻ്റെ മറുകരയിലേക്ക് പോകുന്നത് കണ്ടിട്ട് അവനു മുമ്പേ ഓടി മറുകരയിലെത്തി. ഈശോ അവിടെ സംസാരിച്ചു തുടങ്ങുന്നത് മുഴുവൻ നിത്യജീവനെക്കുറിച്ചാണ്. അവിടെ സംസാരിക്കുന്നത് മുഴുവനും നിത്യജീവനെക്കുറിച്ച് തന്നെയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവന് നിത്യം ജീവനുണ്ടായിരിക്കും, എൻ്റെ രക്തം പാനം ചെയ്യുന്നവന് നിത്യം ജീവനുണ്ടായിരിക്കുമെന്ന്. ഇത് കേട്ട് അവർക്കിടയിൽ മുറുമുറുപ്പുണ്ടായി. അവൻ പോയതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാതെ പോയ ജനക്കൂട്ടത്തെക്കുറിച്ച് ഈശോ ഇങ്ങനെയാണ് പറയുന്നത്: അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ചു തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നിത്യജീവന് വേണ്ടിയിട്ട് അധ്വാനിക്കുമെന്ന്. അന്ത്യത്താഴവേളയിൽ ഈശോ ആദ്യമായിട്ട് അപ്പം മുക്കി കൊടുക്കുന്നത് യൂദാസിനാണ്. എന്നാൽ അപ്പം സ്വീകരിച്ച ഉടനെ തന്നെ പിശാച് അവനിൽ പ്രവേശിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തും. അവൻ പുറത്തേക്ക് പോയി, അവിടെ ഇരുട്ടായിരുന്നു. പിന്നെ യൂദാസിൻ്റെ അന്ത്യം നമ്മൾ വായിച്ചു കേൾക്കുന്നുമുണ്ട്. യേശുവിൻ്റെ മാറിൽ ചാരിക്കിടന്ന യോഹന്നാനായിരുന്നു അവൻ്റെ ഹൃദയരഹസ്യങ്ങൾ പോലും പത്രോസിന് പങ്കുവച്ചു കൊടുക്കുന്നത്. ഈ യോഹന്നാൻ നടന്നുപോയത് അവനോടൊപ്പം കുരിശിലേക്ക്. യേശുവിൻ്റെ അടുത്ത് പീലാത്തോസ് ചോദിക്കും, എന്താണ് സത്യമെന്ന്. തൻ്റെ ശിഷ്യന്മാർക്ക് ഈശോ ഇങ്ങനെ വെളിപ്പെടുത്തും, അവിടുത്തെ വചനമാണ് സത്യമെന്ന്. യോഹന്നാൻ അവൻ്റെ വചനം കേൾക്കാനായി മാറിൽ ചാഞ്ഞു കിടന്നു. അവൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ ജനക്കൂട്ടത്തെപ്പോലെ ആയിരുന്നില്ല. അവൻ്റെ വചനത്തിൽ ആകൃഷ്ടരായി അവനോട് പറയും, നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ പക്കലുണ്ട്, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകുമെന്ന്. അത്ഭുതങ്ങളല്ല നമ്മെ ഭ്രമിപ്പിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന മനുഷ്യരുടെ ഇടയിൽ എപ്പോഴും ഈ ഒരു ധ്രുവീകരണമുണ്ട്. അത്ഭുതങ്ങളുടെ പിന്നാലെ പോകുന്നവരും വചനത്തിൻ്റെ പിന്നാലെ പോകുന്നവരും. സങ്കീർത്തകൻ ഇങ്ങനെ നമ്മോട് പറഞ്ഞു വെക്കും, 1000 പൊൻവെള്ളി നാണയങ്ങളെക്കാൾ കർത്താവെ, അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനമാണ് എനിക്കേറ്റവും അഭികാമ്യമെന്ന്. വചനം എന്നെ രൂപപ്പെടുത്തുമെങ്കിൽ ഞാൻ നിത്യജീവന് വേണ്ടിയിട്ട് അധ്വാനിക്കും. അത്ഭുതങ്ങൾ എന്നെ ആകർഷിക്കുമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഞാൻ ദൈവത്തെ വിട്ടിട്ട് പോകും. വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം.